ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാമാൻഡിയുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നത് പോലെ നിശബ്ദമായിരുന്നു. ജനലിലൂടെ വന്ന കാറ്റിന് പോലും ചന്ദ്രയുടെ ഉള്ളിലെ തിളക്കുന്ന ആ ഒരു കോപത്തെയൊന്നും തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ശ്വാസത്തിന് വേഗത കൂടിയിരുന്നു. താൻ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൾ തന്നെ വലിയൊരു ചതി ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെയാ ബാമയെ കണ്ടത്. ചന്ദ്രമതിയുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. വാക്കുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ പകയായിരുന്നു. ഒരു പാർലർ തുടങ്ങാൻ വേണ്ടി എൻ്റെ സ്വന്തം പേരുള്ള ആധാരം പണയം വെച്ചിട്ടാ അവൾക്ക് ഞാൻ പൈസ കൊടുത്തത്. എന്നിട്ട് അവളെന്താ ചെയ്തത്? ആ പാർലർ എൻ്റെ പേരിൽ നിന്നും വെട്ടിമാറ്റി അവൾ വേറെ പേര് വെച്ചു കൊടുത്തു. ഓർക്കും തോറും എൻ്റെ സിരകളിൽ ഇങ്ങനെ രക്തം തിളക്കുക ബാമേ. 3 മരുമക്കളാ എനിക്കുള്ളത്. അതിൽ അവളെ മാത്രമാണ് ഞാൻ എൻ്റെ തലയിൽ കയറ്റി വെച്ചത്. എന്നിട്ട് അവൾ എനിക്ക് എന്താ തന്നത്? ചന്ദ്രമതിയുടെ കണ്ണുകളിൽ നിന്നും ദേഷ്യവും നിരാശയും ഒരുമിച്ച് കണ്ണീരായി ഒഴുകി. ബാമാൻ്റെ ഒട്ടും കൂസലില്ലാതെ ചന്ദ്രമതിയൊന്ന് നോക്കി. അവളുടെ മുഖത്ത് നേരെ ഒരു പരിഹാസച്ചിരി മിന്നിമാഞ്ഞു. അതാണ് ചന്ദ്രൻ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. രവിയേട്ടൻ എപ്പോഴും നിന്നോട് പറയാറുള്ളതല്ലേ 3 മരുമക്കളെയും ഒരുപോലെ തന്നെ കാണണമെന്ന്. നീ അത് കേട്ടോ? ഇല്ലല്ലോ. ഒരുവളെ മാത്രം നീ അങ്ങോട്ടേക്ക് പർവ്വതീകരിച്ചു വെച്ചു. ഇപ്പൊ അനുഭവിക്കണം. ബാമയുടെ വാക്ക് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ നിയന്ത്രണം വിട്ടു. ബാമേ, നീ വെറുതെ എന്നെ ദേഷ്യം കൂട്ടരുത്. ചന്ദ്രമണി പൊത്തിത്തെറിച്ചു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി നീ മാത്രാണ്. അത് കേട്ടപ്പോൾ ബാമാൻ്റെ അങ്ങ് ഞെട്ടിപ്പോയി. ഞാനെന്ത് ചെയ്തു ചന്ദ്രേ? നീ എന്തൊക്കെ ഈ പറയുന്നത്? പിന്നല്ലേ. ചന്ദ്രമതിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. നീ എപ്പോഴും പറഞ്ഞു നടക്കാറുണ്ടായിരുന്നല്ലോ ഞാനാണ് ശ്രുതിയെ നിനക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന്. ഞാൻ വഴി വന്ന ആലോചനയാണ് എന്നൊക്കെ. കൊള്ളാം ബാമ, കൊള്ളാം. നല്ല ഒന്നാന്തരം ആലോചന. ഒരു പെരുങ്കള്ളിയാണല്ലോടി നീ എൻ്റെ മകനെ കൊണ്ട് കെട്ടിച്ചത്. ആ മലേഷ്യക്കാരി വലിയ പണക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്നെ വഞ്ചിക്കുമായിരുന്നല്ലേ? ചന്ദ്രമതിയുടെ പഴിചാറലെല്ലാം കേട്ട് ബാമേൻ്റെ മുഖത്ത് ദേഷ്യം കൊണ്ടങ്ങ് ചുവന്നു. ചന്ദ്രേ, നിന്റെ ഈ നാശം പിടിച്ച സ്വഭാവം നീ ഇപ്പോഴെങ്കിലും മാറ്റിയില്ലേ? സ്വന്തം ഭാഗത്ത് തെറ്റു പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സ്വഭാവം നീ ആലോചിച്ചു നോക്ക്. ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവൾ മലേഷ്യക്കാരിയാണെന്നോ പണക്കാരിയാണെന്നോ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് മസാജ് ചെയ്യാൻ വരുന്ന ഒരു സാധാരണ പെൺകുട്ടി എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തലായി സംസാരിച്ചു. അവളുടെ ആസൂത്രിതമായ കളികളിൽ നീ അങ്ങ് വീണു. അവളുടെ പണവും പ്രതാപവും കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചു. ആ അത്യാഗ്രഹമല്ലേ ചന്ദ്രേ എല്ലാത്തിനും കാരണം? പണക്കാരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ തന്നെയല്ലേ നിന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിപ്പിച്ചത്? എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എൻ്റെ തലയിലായോ? ബാമാൻഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചന്ദ്രമതിക്ക് ഉത്തരമില്ലായിരുന്നു. സത്യം അതായിരുന്നുവെങ്കിലും അവളുടെ ദുരഭിമാനം അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അവളിലൂടെ പണവും സ്വത്തും എല്ലാം വീട്ടിൽ വന്നു ചേരുമെന്ന് നീ സ്വപ്നം കണ്ടു. അപ്പോൾ അതെല്ലാം വെറും ഒരു മരുപ്പച്ച മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ നിരാശയും ദേഷ്യവും എൻ്റെ മേൽ തീർക്കുവാണോ നീ? ബാമാൻഡിയുടെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പ് പോലെ ചന്ദ്രമതിയുടെ ഹൃദയത്തിൽ തറച്ചു. ചന്ദ്ര എഴുന്നേറ്റ് നിന്നു. അവളുടെ മുഖം വിളറിയിരുന്നു. ശരി, നീ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മാത്രമാണ് എല്ലാത്തിനും കാരണക്കാരി. എൻ്റെ വീട്ടിലിപ്പോൾ ഒരു സമാധാനവുമില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം. ചന്ദ്രമതി തിരിഞ്ഞു നടങ്ങാൻ ഭാവിച്ചു. ബാമക്ക് പെട്ടെന്ന് അലിവ് തോന്നി. അവൾ ചന്ദ്രമതിയുടെ കയ്യിൽ കയറി പിടിച്ചു. ചന്ദ്രേ, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വിട്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നീ എന്തിനാ ശ്രുതിയെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കിയത് വീട്ടിൽ നിന്ന്? എന്തൊക്കെയായാലും അവൾ ശ്രുതിയുടെ ഭാര്യയല്ലേ? ആ വീട്ടിൽ നിൽക്കാൻ അവകാശമുള്ളവളല്ലേ? അത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം വീണ്ടും അങ്ങ് കഠിനമായി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ബാമേ? അവളെ കാലിൽ ഇങ്ങനെ പൂവിട്ട് പൂജിക്കണമായിരുന്നോ? ഇനി അങ്ങനെ ഒരു മരുമകൾ ആ വീട്ടിൽ വേണ്ട. ശ്രുതിക്ക് അങ്ങനെ ഒരു ഭാര്യയും വേണ്ട. അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ രവിയേട്ടൻ അവളെ തിരികെ വിളിച്ചുകൊണ്ട് വരണമെന്നല്ലേ പറയുന്നത്? ബാമാൻഡി ചോദിച്ചു. അതൊന്നും എനിക്ക് കേൾക്കണ്ട, ചന്ദ്രമതി തീർത്തും പറഞ്ഞു. അവൾ ആ വീട്ടിലേക്ക് തിരിച്ചു വന്ന പിന്നെ ഞാൻ ആ വീട്ടിലുണ്ടാവില്ല. ഇതെന്റെ തീരുമാനമാണ്. ബാമാൻഡി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ കാലത്തിന്റെ കാവ്യനീതിയുള്ള ഒരു പ്രതിഫലമുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ ചന്ദ്രൻ നിനക്ക്? പണ്ട് രേവതി ആ വീട്ടിൽ കയറി വന്നപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അവൾ ആ വീട്ടിൽ വന്ന നീ ഇറങ്ങിപ്പോകുമെന്ന്, കാലം അങ്ങനെയൊക്കെ കണക്കൂട്ടുകൾ തീർക്കുമെന്ന് നീ കണ്ടില്ലേ? അന്ന് നീ ആരെയാണോ പടിയിറക്കാൻ നോക്കിയത്, അവൾ ഇന്ന് ആ വീടിന്റെ ഐശ്വര്യമായി. ആരെയാണോ നീ തലയിൽ വെച്ചത് പൂജിച്ചത്, അവൾ തന്നെ നിന്നെ ചവിട്ടി താഴ്ത്തി. ചന്ദ്രമതി നിശബ്ദമായി നിന്നു. താൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ ഉള്ളം നീറി. ഇനി എന്താ നിന്റെ തീരുമാനം? മനസ്സിൽ എന്താ നിന്റെ പ്ലാന്? ബാമാൻഡി ചോദിച്ചു. എനിക്കറിയില്ല ബാമേ. എൻ്റെ ഈ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ. ഇപ്പൊ ഇതേ സമയം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശ്രീകാന്തും സച്ചിയും രേവതിയൊക്കെ വീഡിയോ കോൾ ചെയ്തു. സ്ക്രീനിൽ സച്ചിയുടെ രേവതിയും മുഖം തെളിഞ്ഞപ്പോൾ വർഷയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാവരും അവിടെ ഹാപ്പിയല്ലേ? രേവതി ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാ രേവതി ചേച്ചി. അവിടെ എന്തൊക്കെയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ? വർഷ ആകാംക്ഷയോടെ ചോദിച്ചു.
അത് കേട്ടപ്പോൾ സച്ചിയുടെ രേവതിയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. വീട്ടിൽ നടന്ന ഭൂകമ്പത്തെക്കുറിച്ചൊക്കെ അവർ ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങി. മണ്ഡപത്തിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്തന്നെ ഞങ്ങൾ പാർലറെടുത്തിട്ട്, അതായത് നമ്മുടെ ശ്രുതിയുടെ മലേഷ്യക്കാരൻ ഇളയച്ചനെ കണ്ടു. രേവതി പറഞ്ഞു നിർത്തി. ശ്രീകാന്തിന്റെ പുരുകം ചുളിഞ്ഞു. അയാളെന്താ അവിടെ? സച്ചി ഒരു നെടുവീർപ്പോടെ ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എടാ, അയാൾ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഫെബിന്റെ മാമനാണത്രേ. അയാൾക്ക് മലേഷ്യയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വർഷയ്ക്കും ശ്രീകാന്തിനും തങ്ങളുടെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സച്ചിയേട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ചുമ്മാ തമാശ പറയാതെ, വർഷ അവിശ്വസനീയതയോടെ പറഞ്ഞു. ഇല്ല വർഷേ, സച്ചിയേട്ടൻ സത്യമാ പറയുന്നത്. രേവതിയുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയുടെ സമനില തെറ്റി. ഭരതനാട്യവും കുച്ചിപ്പൊടിയും എല്ലാം കൂടെ ഒരുമിച്ച് തുള്ളി അവസാനം ശ്രുതിയെ കഴുത്തിനങ്ങ് പിടിച്ചു പുറത്താക്കി, വീട്ടിൽ നിന്നും പുറത്താക്കി. എന്റെ ദൈവയെ, വർഷ വായ പൊത്തിപ്പോയി. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടന്നോ? അപ്പോൾ സുധിയേട്ടന്റെ അവസ്ഥ എന്താ? വീട്ടിലിപ്പോൾ യാതൊരുവിധ സമാധാനവും ഇല്ല വർഷേ. ശ്രുതിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഒരു തരം ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിലായിരുന്നു. തലയ്ക്ക് വെളിവില്ലാത്തവനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവൻ. സച്ചി വിഷമത്തോടെ പറഞ്ഞു. വർഷയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ശ്രുതി ചേച്ചിയെക്കുറിച്ച് എനിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവരുടെ പല പ്രവൃത്തികളിലും ദുരൂഹതയുണ്ടായിരുന്നു. എന്നാലും ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇത്രയധികം പച്ചക്കള്ളങ്ങളൊക്കെ ഒരു കുടുംബത്തോട്, പ്രത്യേകിച്ചും തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് പറയാൻ എങ്ങനെ സാധിച്ചു? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാം. ഈ അവസ്ഥയിൽ നിങ്ങളെ മാത്രം അവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രേവതി ഇടപെട്ടു. വേണ്ട വർഷേ, ശ്രീകാന്ത് നിങ്ങളിപ്പോൾ വരുമൊന്നും വേണ്ട. നിങ്ങൾ അവിടെ തന്നെ നല്ലപോലെ സന്തോഷമായിട്ടിരിക്കുക. എത്രയോ നാളുകൾക്ക് ശേഷമാ നിങ്ങളിങ്ങനെ ഒരുമിച്ച് മനസ്സമാധാനമായിട്ടൊരു യാത്ര പോകുന്നത്. അത് ഈ പ്രശ്നം കാരണമൊന്നും മുടങ്ങണ്ട. അല്ല ചേച്ചി, സുധിയേട്ടനും ആ കുടുംബത്തും ഇത്രയും വലിയൊരു തകർച്ചയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ മാത്രം ഇവിടെ മാറി നിന്ന് സന്തോഷിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ പെട്ടെന്ന് തിരികെ അങ്ങോട്ടേക്ക് തിരിച്ചു വരും. വർഷ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. സച്ചി ഒരു ദീർഘനിശ്വാസത്തോടു കൂടെ ഫോൺ താഴെ വെച്ചു. പാർലറെടുത്തി എങ്ങോട്ടേക്കാർക്കും പോയിട്ടുണ്ടാവുക? അവൻ ആലോചനയോട് ചോദിച്ചു. വേറെ എങ്ങോട്ടേക്ക് പോവാനാ? ആ മീരയുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും അമ്മ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി സച്ചിയേട്ടാ. ശ്രുതിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതും കൂടി നമ്മൾ കേൾക്കേണ്ടതായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള ന്യായീകരണമൊക്കെ ഉണ്ടാവില്ലേ? രേവതിയുടെ വാക്കുകളിൽ സഹതാപം നിഴലിച്ചു നിന്നു. എന്നാൽ സച്ചിക്കത് തീരെ പിടിച്ചില്ല. എന്ത് കേൾക്കാനാ? ഇനി എന്ത് കേൾക്കാനാ രേവതി? വീണ്ടും അവൾ എന്തെങ്കിലുമൊക്കെ പുതിയ കള്ളങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയും. ഇത്രയും നാളും നമ്മളെ മുഴുവൻ ഒരു പൊട്ടക്കണ്ണറ്റിലാക്കിയിട്ട് അവൾ വട്ടം കറക്കുകയായിരുന്നില്ലേ? ഏയ്, ഞാൻ രേവതി സ്നേഹത്തോടെ സച്ചിയുടെ കൈകൾ പിടിച്ചു. ഇത്രയൊക്കെ കള്ളങ്ങൾ പറയാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അത് നമുക്കറിയണ്ടേ? എന്താ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാവേണ്ടേ? നമുക്ക് ശ്രമിക്കേണ്ടേ? സച്ചി കുറച്ചു നേരമൊന്ന് മൗനമായി നിന്നു. നീ പറഞ്ഞതിലും കാര്യമുണ്ട് രേവതി. പക്ഷേ അവൾ സത്യം പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളോട് പറഞ്ഞില്ലെങ്കിലും ശ്രുതിയോടെങ്കിലും അവൾ സത്യം തുറന്നു പറയണമായിരുന്നു. ശ്രുതി ആകെ തകർന്ന അവസ്ഥയിലാ. അതിരാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് പോയതാണ്. ഇനി എങ്ങാനും ശ്രുതിയെ തേടി പോയതായിരിക്കുമോ? രേവതിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. സച്ചി ചിരിച്ചു. വേദന നിറഞ്ഞ ഒരു ചിരി. ഹേയ്, അവളെ തേടി പോയതൊന്നും ആയിരിക്കില്ല രേവതി. താൻ ജീവനോളം സ്നേഹിച്ച തന്റെ പെണ്ണ് ഇത്ര വലിയൊരു ചതി ചെയ്തല്ലോ എന്നുള്ള സങ്കടം സഹിക്കാൻ അവന് കഴിയുന്നുണ്ടാവില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനിപ്പോ ഏതെങ്കിലും ബാറിന്റെ മുകളിലിരുന്നിങ്ങനെ കുടിച്ച് നശിക്കുന്നുണ്ടാവും. സച്ചിയുടെ വാക്ക് അക്ഷരം പ്രതി തന്നെ ശരിയായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ ഒരു ബാറിന്റെ ഇരുണ്ട മൂലയിൽ ശ്രുതി ഒരു മേശക്ക് മുന്നിൽ ഇങ്ങനെ തളർന്നിരിക്കുമായിരുന്നു. അവന്റെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിട്ട് പറന്നിരിക്കുന്നു. എപ്പോഴും വളരെ വൃത്തിയായി കോട്ടും സൂട്ടുമിട്ട് നടക്കുന്ന ശ്രുതിയുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവന്റെ അടുത്തായി സുഹൃത്ത് ആനന്ദ് ഇരിക്കുന്നുണ്ട്. ശ്രുതിയുടെ അവസ്ഥ കണ്ട് ആനന്ദിന് വല്ലാത്ത സങ്കടവും അതിലേറെ ദേഷ്യം വന്നു. എടാ ശ്രുതി, മതിയടാ. നീ ഇന്നലെ മുതൽ കുടിക്കാൻ തുടങ്ങിയതല്ലേ? നിനക്ക് എന്തെങ്കിലും പറ്റിയ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആനന്ദ് അവനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ശ്രുതി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഇല്ലടാ ആനന്ദ്, എനിക്ക് കുടിക്കണം. ഈ ഓർമ്മകൾ എനിക്ക് മരവിപ്പിക്കണം. ഞാൻ അവളെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് നിനക്കറിയാമല്ലോ. കണ്ണടച്ച് ഞാൻ അവളെ വിശ്വസിച്ചു. എന്റെ അമ്മയെക്കാളും എന്റെ കുടുംബത്തെക്കാളും ഞാൻ അവൾക്ക് പ്രാധാന്യം കൊടുത്തു. എന്നിട്ട് അവൾ എനിക്ക് തന്നത് എന്താടാ? ശ്രുതിയുടെ തൊണ്ടയിടറി. അവന്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഗ്ലാസിന്റെ മധ്യത്തിലേക്ക് വീണു. ബാറിലെ മറ്റാളുകൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. എടാ, അവൾ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോടാ. എല്ലാം പച്ചക്കള്ളം. എന്റെ സ്നേഹത്തെ അവൾ വെറും ഒരു കളിപ്പാട്ടം പോലെയാ കണ്ടത്. അവൾക്ക് എന്നെ വേണ്ടായിരുന്നേക്കാം. എന്റെ പണവും പ്രതാപവും മാത്രമായിരുന്നു അവൾ ലക്ഷ്യം വെച്ചത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ആനന്ദ്. എന്റെ നെഞ്ച് പൊട്ടിപ്പോവാണ്. ശ്രുതി മേശയിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ശ്രുതി, നീ ഒന്ന് സമാധാനപ്പെട്. ഇവിടെ ഒരുപാടധികം ആളുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ആനന്ദ് ശ്രുതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി.
ഇല്ല, ഞാൻ വരില്ല. ഞാൻ ഇനിയും കുടിക്കും. എനിക്ക് ബോധം പോകുന്നതുവരെ കുടിക്കണം. അപ്പോഴെങ്കിലും അവളുടെ മുഖം എന്റെ മനസ്സിൽ നിന്നും മായുമല്ലോ എന്ന് ശ്രുതി അലറി. അവന്റെ ആ ഒരു പെരുമാറ്റം അതിരി കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആനന്ദ് കൂടുതലൊന്നും ചിന്തിക്കാതെ ബില്ല് കൊടുത്ത് ശ്രുതിയുടെ കയ്യിൽ ബലമായി പിടിച്ച് അവനെ ബാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയി. ഇതേ സമയം ചന്ദ്രമതിയുടെ മുറിയിൽ അവൾ തളർന്നിരിക്കുന്ന സമയം ഭാമ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് രേവതിയെ വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ തന്നെ ഭാമ ആന്റി ചോദിച്ചു, രേവതി, അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആന്റി. അമ്മായിമ്മക്ക് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലേ? രേവതി ചോദിച്ചു. ഭാമാൻറ്റി ഒരു ചിരിയോട് പറഞ്ഞു, എന്ത് മാറാനാ, അവളുടെ ഉള്ളിൽ ഇപ്പോഴും അഗ്നിപർവ്വതം പോകുകയാണ്. ശ്രുതി വീണ്ടും ആ വീട്ടിലേക്ക് കയറി വരുമോ എന്ന പേടിയാണ് അവൾക്ക്. ഇനി ആ ശ്രുതിയുടെ മുഖം പോലും തനിക്ക് കാണണ്ടായെന്ന് അവൾ പറയുന്നത്. അത്രക്ക് വെറുപ്പായി പോയി അവൾക്ക് ശ്രുതിയോട്. രേവതി ദീർഘമായൊന്ന് നിശ്വസിച്ചു. ശ്രുതി ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് ആന്റിക്ക് വല്ല ഊഹമുണ്ടോ? ഞാൻ അവൾക്ക് 2-3 തവണ വിളിച്ചു നോക്കി, പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല. മിക്കവാറും അവൾ ആ മീരയുടെ വീട്ടിൽ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക, ബാമാൻറ്റി പറഞ്ഞു. ആന്റിക്ക് ശ്രുതിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നോ? രേവതിയുടെ ചോദ്യത്തിൽ ഒരു നേരിയ സംശയമുണ്ടായിരുന്നു. അയ്യോ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാതിരിക്കുവോ? ഇപ്പൊ ചന്ദ്രമതി കുറ്റം മുഴുവൻ എന്റെ തലയിലാ വെച്ചിരിക്കുന്നത്. ഞാൻ കാരണമാണ് ശ്രുതി ആ വീട്ടിലേക്ക് കയറി വന്നത് എന്നൊക്കെയാ അവള് പറയുന്നത്. എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അമ്മ എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രേവതി വേദനയോട് ചോദിച്ചു. ബാമാൻറ്റിയുടെ ശബ്ദം ഗൗരവമുള്ളതായി. എനിക്കറിയില്ല മോളെ, ചന്ദ്രമതിയുടെ സ്വഭാവം. അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ല. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. പക്ഷേ ഇതൊക്കെ അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാ മോളെ. എപ്പോഴും ശ്രുതി എങ്ങനെ തലയിൽ കയറ്റി വെച്ച് അവൾ വലിയ പണക്കാരന്റെ വീട്ടിലെ മരുമോളാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ എന്തൊക്കെയാ ചന്ദ്രമതി പറഞ്ഞിട്ടുള്ളത്? നിന്നെ എത്രത്തോളം അവൾ വേദനിപ്പിച്ചു? ഈ പ്രപഞ്ചത്തിൽ ഒരു കണക്ക് പുസ്തകമുണ്ട് രേവതി. ദൈവം എല്ലാം കാണുകയായിരുന്നു. അതിനുള്ള ശിക്ഷ ഇപ്പൊ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഫോൺ സംഭാഷണം കഴിഞ്ഞ് രേവതി ചിന്തയിലങ്ങനെ നിന്നു. കുടുംബത്തിന്റെ ഈ ഒരവസ്ഥ അവളെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. സച്ചിയേട്ടാ, ഈ പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കണം. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ കുടുംബം തകർന്നടിയും, രേവതി സങ്കടത്തോടെ പറഞ്ഞു. സച്ചി അവളെ ചേർത്ത് പിടിച്ചു. എങ്ങനെ തീർക്കാനാ രേവതി? അമ്മയുടെ ആ ഒരു ഭീകരമായ ദേഷ്യം നീയും കണ്ടതല്ലേ? ആ ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല, ശ്രുതി പൂർണ്ണമായും തകർന്നു പോയി. ഇതിനൊരു പരിഹാരം. അമ്മ ഒരു ഭാഗത്ത്, ശ്രുതി മറ്റൊരു ഭാഗത്ത്, നമ്മളിവിടെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് മാറി മാറി നിന്നാൽ പിന്നെ ഈ പ്രശ്നത്തിന് ഒരിക്കലും ഒരു തീരുമാനം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഇതിനൊരു മുൻകൈ എടുക്കണം. രേവതിയുടെ വാക്കുകളിലെ ആ ഒരു സത്യം സച്ചിക്ക് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ രേവതി. നമ്മുടെ വീടിപ്പോ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിയ ഒരു കണ്ണാടി പോലെയാണ്. ചിതറിക്കിടക്കുകയാണ് എല്ലാവരും. ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നിച്ചു ചേർക്കണം. പക്ഷേ അതിനെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള, എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാൾ വരണം. കാര്യഗൗരവമുള്ള ഒരാൾ ഇടപെട്ടാലേ ഇത് ശരിയാവുള്ളൂ. രേവതി ചിന്തിച്ചു. അങ്ങനെ ആരാ ഇപ്പോൾ ഉള്ളത്? സച്ചിയുടെ മുഖത്ത് ഒരു പ്രതീക്ഷയുടെ വെളിച്ചം മിന്നി. നമുക്ക് നമ്മുടെ അച്ഛമ്മയെ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അച്ഛമ്മക്ക് മാത്രമേ ഈ കുടുംബത്തെ ഇനി ഒന്നിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇത് കേട്ട് രേവതിക്കും സന്തോഷമായി. അതെ, അച്ഛമ്മ വന്നാൽ അത് വളരെയധികം നല്ലതായിരിക്കും. അമ്മക്കും അച്ഛമ്മയെ ഭയങ്കര ബഹുമാനമാണല്ലോ. ഞാൻ ഇപ്പം തന്നെ നാട്ടിലേക്ക് പോവാം. പോയിട്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. സച്ചി ആവേശത്തോടെ പോവാൻ എഴുന്നേറ്റു. നിക്ക് സച്ചിയേട്ടാ, രേവതി അവനെ തടഞ്ഞു. എടുത്തു ചാടിയൊന്നും ചെയ്യില്ലേ. നമുക്ക് അച്ഛനോടൊന്നുകൂടി ആലോചിക്കാം. ചിലപ്പോൾ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാലോ? വയസ്സുകാലത്ത് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അച്ഛമ്മക്കൊരു വിഷമമാവണ്ടെന്ന് കരുതിയിട്ട് അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ? സച്ചിയേട്ടൻ അച്ഛനോട് പറയാതെ പോയി കൊണ്ടുവന്നാൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. സച്ചി അല്പനേരമൊന്ന് ആലോചിച്ചു. അച്ഛൻ ഇപ്പം നടക്കാൻ വേണ്ടി പോയിരിക്കല്ലേ? അച്ഛൻ വരട്ടെ, എന്നിട്ട് നമുക്ക് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാം. അച്ഛൻ്റെ സമ്മതം കിട്ടിയാ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ പറയാം സച്ചി. അങ്ങനെ സച്ചി ഏതായാലും അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.